ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ചേന എടുക്കാൻ പോയ വീഡിയോ ആണിത്. 2 ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് കുറച്ച് വയ്യായ്കയൊക്കെ കാരണം 2 ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ചേന അവൈലബിൾ ആണ്. ഡയറക്റ്റ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ഷോപ്പിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഷോപ്പുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഫ്രഷ് ചേനയാണ്. ഡയറക്റ്റ് ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് അത് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചേന കളക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, പൂർണ്ണമായിട്ട് നമ്മൾ വീഡിയോ കാണാം. മാത്രമല്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു 10-10:30 ആയിട്ടാണ് പോയേ. കാരണം ഇത്തിരി ലേറ്റായിരുന്നു എണീക്കാൻ. അപ്പോൾ അത് അപ്പോഴേക്കും അവർ ഓൾമോസ്റ്റ് പറിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലോഡും കൂടെ പറിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരുപാട് പണിക്കാരുണ്ട്. കുറേ നാട്ടിലെ പണിക്കാരാണ്, കുറച്ച് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചേനയെല്ലാം പറിച്ച് ഒരു ടീം അവിടെ വാഷ് ചെയ്യുന്നുണ്ട്. ചേന നമ്മുടെ റൂട്ടോടെ തന്നെ, ആ വേരോടെ തന്നെ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ലോഡ് കയറ്റുന്നത്. നമ്മളിത് നമ്മുടെ നാട്ടിലത്തെ പാലക്കാട് ഭാഗങ്ങളിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചേന ആവശ്യമുള്ളവർ നമ്മുടെ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ, നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ വണ്ടിയിൽ ടോട്ടൽ 3 ടണ്ണ് ചേനയാണ് കയറുക. നമ്മൾ ഇന്ന് 2-2.5 ടണ്ണ് എടുത്തുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും നൈറ്റ് ആകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ 2.5 ടണ്ണ് ചേനയാണ് അവിടെ നിന്ന് കയറ്റിയത്. നമ്മൾ കണ്ടിന്യൂസ്ലി 2 ദിവസത്തിനുള്ളിൽ വീണ്ടും പോയി എടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഓർഡേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ചേന നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുള്ള ചേനയാണ്. ചെറിയ ചേനകൾ നമ്മൾ ഓൾമോസ്റ്റ് കൊടുക്കുന്നില്ല. മിനിമം ഒരു 1.5 kg ആണ് നമ്മുടെ മിനിമം kg വരുന്നത്. 2 kg 3 kg ടോട്ടൽ. ഒരു വലിയ ചേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5.5 കിലോ 6 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. കുറച്ച് പേര് ചാനൽ ഓടിയുന്നുണ്ട്, കുറച്ച് പേര് അവിടെ വാഷ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് പറിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് ലോഡാക്കിയിട്ട് പോരാൻ പറ്റി കേട്ടോ. കാരണം ഒരു 4:30-5 മണിയോടെ തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നല്ല ബ്ലോക്കായിരുന്നു തൃശ്ശൂരും. പിന്നെ ഇപ്പോൾ NH-47 വർക്ക് നടക്കുന്നതുകൊണ്ട് ടോൾ ഇപ്രാവശ്യം കട്ട് ചെയ്ത് 1 month ടോളില്ല. അപ്പോൾ ടോളില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ബ്ലോക്ക് കുറവുണ്ടായിരുന്നു. എന്നാലും റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് എറണാകുളത്ത് തിരിച്ചെത്തിയത്. വാഷിങ്ങും ക്ലീനിങ്ങൊക്കെ അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യം കൂടെ ഉണ്ടായിട്ടില്ല. വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അവരെല്ലാം ചെയ്ത് നമുക്ക് ലോഡാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചേന സീസണാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചേനയും കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാലക്കാട്, മലപ്പുറമാണ് ചേന കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂടുതലായിട്ട് ചേന കൃഷിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.